അപ്പം മച്ചാമാരെ ഇന്ന് നമ്മുടെ ചാനലിൽ വന്നൊരു കിടില നാട്ടിലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻട്രോ കണ്ടിട്ട് പല പ്ലേസസ് ഇപ്പോൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്കത് തിരുത്താം. അപ്പോൾ എന്തായാലും നമ്മളെ ഗ്രാൻഡ് മാസ്റ്റർ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുകയാണെങ്കിൽ വേറെ ലെവലായിട്ട് നമ്മൾ അത് സെലിബ്രേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയിക്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റാർ തന്നെ ഹോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാരണം പറഞ്ഞാൽ നമ്മൾ നല്ല കിലോ പുഷ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ടൈം വളരെ കുറവാണ് എങ്കിൽ പോലും നല്ല കിലോ പുഷിങ്ങൊക്കെ നോക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇരട്ടിയായിട്ട് മൈനസ് കിട്ടാണ് സത്യം പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗറീനൈസ് നമുക്ക് വാരിക്കോരി മൈനസ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു ഡുവോ റാങ്ക് പുഷിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ചെക്കൻ ഓക്കെ TBC പെയിൻ ഉള്ളൊരു പ്ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഈ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചിൻ്റെ ഇൻട്രോ ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവൻ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഡുവോ മാച്ചുകളാണ്. അപ്പോൾ ഡുവോ മാച്ചുകളിൽ നമുക്ക് എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പ്ലസ് കിട്ടുന്നതാണ് ഇന്ന് ഈ നമ്മുടെ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടനോട് ആൾന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ലൈക്ക് നമുക്ക് ഓരോ മോട്ടിവേഷൻ ആയിട്ട് മാറും. നമുക്ക് വീണ്ടും അടിപൊളിയായ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്ലെയറിന്റെ ഓവർ റിവ്യൂ നോക്കിക്കൊണ്ട് BR റാങ്കിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡുവോ മാച്ചുകളാണ്. അപ്പോൾ ഏകദേശം 540ഓളം മാച്ചസ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളോ നോക്കുകയാണെങ്കിൽ സോളോ പ്ലേ ചെയ്തിട്ട് തന്നെ അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഡുവോയിലാണ് മെയിൻ ആയിട്ട് ഈ റാങ്ക് പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ 540 മാച്ചിൽ ഏകദേശം 100ഓളം ബൂയി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എലിമിനേഷൻ നമുക്ക് നോക്കണം, കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം 1800 സംതിങ്ങോളാണ്. അതുപോലെ തന്നെ ഈ പ്ലെയറിന്റെ ഇപ്പോഴത്തെ റാങ്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിൽ ഏകദേശം 11,000 സംതിങ്ങോളം പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവൻ യൂസ് ചെയ്ത് മെയിൻ ആയ കുറച്ച് ടിപ്സ് ആണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നോക്കാൻ പോകുന്ന. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ റാങ്ക് പുഷ് ചെയ്യുന്ന പല പ്ലേയേഴ്സിന്റെ കാലം ടീം ഇല്ല എന്നാണ്, സ്കോഡ് ഇല്ല എന്നാണ് മെയിൻ ആയിട്ട് എല്ലാവരും പരാതി പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ഡുവോ കളിക്കാനൊക്കെ നമുക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡുവോ കളിക്കുന്ന ടൈമിൽ എന്തായാലും നിങ്ങൾ ഈ ടിപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല റാങ്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് ഫസ്റ്റ് തന്നെ ലൂട്ട് അടിക്കാൻ നോക്കുക. ഒരിക്കലും നിങ്ങളൊരു എനിമീസിനെ അടിച്ചുകൊണ്ട് ഫസ്റ്റ് തന്നെ തുടങ്ങാതിരിക്കുന്നതാവും നല്ലതെന്നാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ സോളോ മാച്ച് പോലെ നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവൈവ് അടിച്ച് വരാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ടീമേറ്റ് അടക്കം നമ്മൾ രണ്ടാളും കൂടെ ഒറ്റയടിക്ക് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല ടൈമിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കുന്ന ടൈമിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പോലും സ്കോർ അധികം മൈനസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലാൻഡിങ് പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ സേഫ് ലാൻഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഡി സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഗണ്ണും കാര്യം സെറ്റ് ആക്കുക. അതുപോലെ തന്നെ ഗ്രനേഡ് എല്ലാവരുടെ കാര്യം നമുക്ക് ഫസ്റ്റ് തന്നെ ലൂട്ടായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ റാങ്ക് പുഷിങ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രനേഡ് ഉണ്ടാവും, ലാൻഡ് മൈൻ ഉണ്ടാവും, കുറേയധികം കാലം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ എനിമീസിൻ്റെ നേരെ എറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഫ്രീ ഫയർ നമ്മൾ ഡ്രം ഡാമേജ് ഒക്കെ എടുക്കുന്നുണ്ടാവും. നമ്മൾ ഓയിൽ ബാലൊക്കെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് നമ്മൾ ഡാമേജ് എടുത്തുകൊണ്ട് റിവൈവ് ചെയ്യുന്നൊരു മെത്തേഡ് പല പ്ലേസിന് റാങ്ക് പുഷ് ചെയ്യുന്ന പല പ്ലേസിന് അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറേയധികം മൈനസ് ഡെഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാലത്ത് ഡെഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മൈനസ് കുറയും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാച്ചിൽ നല്ലൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രം ഇല്ലാതെ പിന്നെ എങ്ങനെ ഡാമേജ് എടുക്കുന്ന കാര്യം പല പ്ലേയേഴ്സ് ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഡ്രം ഇല്ലെങ്കിൽ നമുക്ക് ഡാമേജ് എടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആരും ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പ്ലേയേഴ്സ് ഒരു വർഷം യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം സേഫ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ, അപ്പോൾ വീട്ടിലൊക്കെ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എനിമീസിനെ കണ്ട ശേഷം നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ സേഫ് ആയുള്ളൊരു വീട് തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി നല്ല കേട്ടോ. നല്ല കവറിങ് ആയുള്ളൊരു വീട് തിരഞ്ഞെടുക്കാൻ നല്ലത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിമീസ് ഒന്നും തൊട്ടടുത്ത് ഇല്ലാന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ടീമേറ്റിനോട് സ്വന്തമായിട്ട് ഡാമേജ് എടുത്തുകൊണ്ട് നോക്ക് ആവാൻ പറയും. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ഡാമേജ് എടുക്കുക പറയുമ്പോൾ ഒരു പക്ഷേ ലാൻഡ് മൈനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലാൻഡ് മൈൻ നമ്മൾ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ അതിൽ പോയിക്കൊണ്ട് പേടാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കായി കിടക്കും. അപ്പോൾ നമ്മൾ ടീമേറ്റ് നോക്കായെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിക്കൊണ്ട് നമ്മൾ റിവൈവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മുടെ ചങ്ക് നേരെ മെഡിക്കിറ്റ് ഇട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെഡിക്കിറ്റ് അടിക്കാൻ പറയാൻ നിൽക്കല്ലോ. ഓക്കെ, മെഡിക്കിറ്റ് അടിക്കല്ലെന്ന് പറയാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പിസ്റ്റൽ ഉണ്ടല്ലോ, ആ പിസ്റ്റൽ വെച്ചുകൊണ്ട് നമ്മുടെ ചങ്കിന് നമ്മുടെ HP കയറ്റി കൊടുക്കുക. അതിങ്ങനെ തലക്ക് അടിച്ചുകൊണ്ട് HP കയറ്റി കൊടുക്കുക. ഓക്കെ, പതിയെ കയറ്റിയാലും മതി. അപ്പോൾ അതിനെ പറഞ്ഞാൽ സേഫ് ആയ പ്ലേസ് പിടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്താലും മതി.
ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കണ്ണീസ് നമുക്ക് എന്തായാലും വെൻഡിങ് മെഷീൻ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി, ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 2 വട്ടം ഇങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ചങ്ങിനോട് 2 വട്ടം നോക്കാൻ പാരെ 2 വട്ടം നമ്മൾ റിവൈവ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കണ്ണ് വെച്ചുകൊണ്ട് നമ്മൾ HP കയറ്റി കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാരണം നമ്മൾ അതുപോലെ തന്നെ നോക്കാവുക. നമ്മൾ സ്വന്തമായിട്ട് ലാൻഡ് മൈനോ ഗ്രനേഡോ പിടിച്ചുകൊണ്ട് നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മളെ ചങ്കിനോട് റിവൈവ് അടിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഗണ്ണീസ് യൂസ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ഗണ്ണീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പ്ലസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിവൈവ് ചെയ്യുന്നത് വഴി നമുക്ക് പ്ലസ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ മെത്തേഡ് വഴി നമുക്ക് ഇതിലൂടെ പ്ലസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സേഫായി നിൽക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പ്ലസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മാറ്റം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോസ് വളരെയധികം ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അപ്കമിങ് ആയുള്ള വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ റാങ്ക് എത്രയെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു തകർപ്പൻ വീഡിയോയിലൂടെ കാണാം. ബൈ. Won't you take me home?